സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 99,000-ലേക്ക് അടുക്കുന്നു. ഇന്ന് പവന് 240 രൂപ വർദ്ധിച്ച് 98,880 രൂപയിലെത്തി. വില കൂടുന്ന വേളയിൽ വിറ്റഴിച്ച് ലാഭം കൊയ്യൽ നടക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ സ്വർണ്ണവില കുറയാൻ തുടങ്ങുമെന്നും വിദഗ്ധർ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 99,000-ലേക്ക് കടക്കുകയാണ്. ഇന്ന് പവന് 240 രൂപയാണ് വർദ്ധിച്ചത്. 98,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 30 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. 12,360 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത്. വില കൂടുന്ന വേളയിൽ വിറ്റഴിച്ച് ലാഭം കൊയ്യൽ നടക്കുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കുറയാൻ തുടങ്ങും. എന്നാൽ വിപണിയിലെ സാഹചര്യം അത്ര മികച്ചതായിരിക്കില്ല. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് 1 ലക്ഷവും കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നുമായി തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാനായത്. 15-ന് രേഖപ്പെടുത്തിയ 99,280 രൂപയാണ് സർവ്വകാല റെക്കോർഡ്. 2 ദിവസത്തിനിടെ പവന് 720 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. എന്നാൽ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ നിലവിൽ തന്നെ സ്വർണ്ണവില 1 ലക്ഷം കടന്നിട്ടുമുണ്ട്. രൂപയുടെ മൂല്യം കരുത്തുകൂട്ടിയാൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവും പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കം ആഗോള വിപണിയിൽ ആശങ്കയ്ക്കും ഇടവച്ചിട്ടുണ്ട്. വെനസ്വേലയ്ക്കെതിരെ കടുത്ത നീക്കത്തിന് ഒരുങ്ങുകയാണ് അമേരിക്ക ഇപ്പോൾ. അടുത്ത വർഷം അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് $6,000 എത്തുമെന്ന പ്രവചനങ്ങളുമുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിലവിൽ $4,330 വില. രാജ്യാന്തര വിപണിയിൽ $60,000 എത്തിയാൽ കേരളത്തിൽ സ്വർണ്ണവില 1.5 ലക്ഷം കവിയുമെന്നാണ് റിപ്പോർട്ട്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.